പാവം, അവന്റെ അവസ്ഥ കാണുമ്പോണ്ടല്ലോ കഷ്ടം തോന്നുക. അവന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താലോ? നോ നോ നോ, അങ്ങനെ ചെയ്ത ഡയറ്റ് പൊളിഞ്ഞില്ലാക്കൂ. നീ അവന്റെ മുഖത്തേക്ക് നോക്ക് സ്നേഹ. ഹി സോ അപ്സെറ്റ്. ഉറപ്പായിട്ടും വിശക്കുന്നുണ്ടോ പാവത്തിന്? അതെങ്ങനെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ കൊടുക്കുന്നുണ്ടല്ലോ. വേറൊന്നുമല്ല, കല്യാണത്തെ കുറിച്ച് ഓർത്തുള്ള സ്ട്രെസ്സാണ് ഫാറ്റിക്ക്. അവൻ കേക്കണ്ട. അതെ, അക്കു നോക്കിക്കോ. ഈ ഡയറ്റ് പ്ലാൻ ഇങ്ങനെ തുടരുവാണെങ്കിൽ വൈകാതെ തന്നെ ഗിരി എന്തായാലും മെലിയും. പിന്നെ ഞാൻ അവനെ ഫാറ്റിന് വിളിക്കത്തില്ല. പോരെ? ഗിരി, ആർ യു ഓക്കേ? യാ, ഐ ആം ഓക്കേ. നിൽക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി പോണേ. നിൽക്കാൻ. നീ? അതെ, ഞാൻ തന്നെ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഹൗ ഡെയർ യു? എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കരുതെന്ന് നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, അതിന്റെ കാരണം കൂടിയാണ് എനിക്ക് അറിയേണ്ടത്. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഒതുക്കത്തിലങ്ങ് കല്യാണം കഴിച്ചാ ഞാനത് അറിയില്ല എന്ന് കരുതിയോ ഗിരി? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. തനിക്കൊക്കെ എന്തിനാ ശമ്പളം തരുന്നേ? ഞങ്ങള് തടയാൻ നോക്കിയാ സാറേ, പക്ഷെ ഞങ്ങളെ തള്ളിമാറ്റി ഇങ്ങോട്ട് ഓടിക്കയറുമെന്ന് വിചാരിച്ചില്ല. എന്റെ ക്ഷമയുടെ അങ്ങേറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയുക, എന്റെ ജീവിതത്തിൽ ആർക്ക് എന്ത് സ്ഥാനം നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, ഞാൻ മാത്രം. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് യു ഇൻ മൈ ലൈഫ്. അതാണ് എന്റെ തീരുമാനം. ഈസ് ഇറ്റ് ക്ലിയർ? എത്ര നാളെന്നെ ഒഴിവാക്കും ഗിരി? ഞാൻ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിച്ച് തരില്ല. ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. അത് തീരാതെ ഈ കല്യാണം നടക്കില്ല. എനിക്ക് വേണ്ടത് നേടിയിട്ടേ ഞാൻ അടങ്ങും. നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്താക്കണോ? കോൾ ദ പോലീസ്. വിട്. വരാൻ ഇറങ്ങി പോകാനും എനിക്കറിയാം. ഇനി മേലിൽ ഇവളെ എന്റെ ഒരു പ്രോപ്പർട്ടിയിലും കണ്ടുപോകരുത്. കണ്ട ഞാൻ ഈ ഒറ്റയൊരുത്തനെ പിന്നെ ഇവിടെ ജോലിക്ക് വെച്ചേക്കില്ല. ഗിരി, ദാ ഇത് കുടിക്ക്. നീ ഒന്ന് കൂളാവടാ, ഇങ്ങനെ പാനിക് ആവാതെ. എന്തുണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എന്നെ കുറച്ചു നേരത്തേക്ക് ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ്. ഐ വാണ്ട് ടു ബി അലോൺ. ശരി, പറയട്ടാ. ചേച്ചി 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 ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിലേതാ ബെറ്റർ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇത് മതി. ഈ കളർ നിനക്ക് നന്നായി ചെയ്യും. മോളെ സുമി. ഞാൻ വിളിക്കാം. ശരി. എന്താച്ചാ? അതെ, നടത്തിയ പേയ്മെന്റിന്റെ കൊടുത്ത അഡ്വാൻസിന്റെ ഒക്കെ ആകെ ലിസ്റ്റാ. ഞാനൊന്ന് നോക്കി, നീയും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. കല്യാണം അടുക്കും തോറും എന്റെ മോളുടെ മുഖത്ത് തിളക്കം കൂടിക്കൂടി വരുന്നുണ്ട്. എത്രയോ കാലത്തിന് ശേഷം ഇന്നാണ് നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നത്. അച്ഛൻ പറഞ്ഞ ശരിയാ. എന്റെ മനസ്സ് നിറയെ ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഓർത്തിട്ടാണ് അച്ഛാ. നമ്മുടെ ശ്രീകുട്ടന്റെ ആഗ്രഹം പോലെ അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ അവന് കിട്ടുന്നല്ലോ എന്നും കൂടെ ഓർത്തിട്ടാ. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അതിന്റെ കൂടെ എവിടെയോ എന്റെ കല്യാണത്തെ കുറിച്ചുള്ള സന്തോഷം കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അച്ഛാ ഇതെല്ലാം കറക്റ്റാ. ഞാൻ ചെന്നേ അമ്മയുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുത്തത് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ.
ഇതുവരെ എല്ലാം ഈശ്വരന്റെ കൃപ കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. ഇനിയുള്ളതും അങ്ങനെ തന്നെ ആയാ മതിയായിരുന്നു. എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഈ സന്തോഷങ്ങൾ എങ്ങും പോകാതിരുന്ന മതിയായിരുന്നു. എനിക്ക് മറ്റൊന്നും വേണ്ട. ഞാനിവിടെ എത്തി, നിങ്ങളുടെ പടിവാതിൽ വരെ എത്തി. ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. അത് തീരാതെ ഈ കല്യാണം നടക്കില്ല. എനിക്ക് വേണ്ടത് നേടിയിട്ടേ ഞാൻ അടങ്ങൂ. ഇവനിത് എവിടെ? അക്കു, ഗിരി, 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 ആരെങ്കിലും ഒന്ന് വിളിക്കേ. ഗിരി, ഗിരി, ഗിരി. അതൊക്കെ പോട്ടെ, നിന്റെ മെഹന്തി ഫംഗ്ഷന്റെ ഡ്രസ്സൊക്കെ എവിടെ? ഞങ്ങളിന്നും കാണിച്ചില്ലല്ലോ. അത് ഞാൻ ഇട്ടിറങ്ങി വരുമ്പോ അപ്പൊ നിങ്ങൾ കണ്ടാ മതി. ഏകദേശം എത്ര ലക്ഷം രൂപ വരെ ചെലവാക്കി, അതനുസരിച്ചിട്ട് ഞങ്ങൾ സങ്കല്പിച്ചോളാം. ഐ ഡോണ്ട് നോ, ഏട്ടനും അമ്മയും കൂടെ വാങ്ങിയത്. അപ്പൊ തന്നെ അറിയാലോ. നിങ്ങളൊക്കെ കേട്ടാ കണ്ണ് തള്ളുന്ന വില എന്തായാലും ഉണ്ടാവും. ബോബി, എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോഴാ എത്തുന്നേ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എനിക്ക് റെഡി ആവാൻ ഒരുപാട് സമയം വേണമെന്ന് അറിഞ്ഞൂടെ? അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി മാഡം. പുള്ളിക്കാരെ വിളിച്ചിരുന്നു. 11 o'clock ഫ്ലൈറ്റ് മിസ്സായി പോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഏത് ഫ്ലൈറ്റിന് വരും പറഞ്ഞു. 4 മണിക്കുള്ളിൽ എത്തുമെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴാണോ അതെന്നോട് പറയുന്നേ? പകരം ഒരാളെ അറേഞ്ച് ചെയ്യാൻ സമയം പോലും ഇല്ലല്ലോ. സനു, എന്താ സനു, എന്താ പ്രശ്നം? ഇന്നത്തെ ഫംഗ്ഷൻ നടക്കില്ല അമ്മേ. അത് നാളത്തേക്ക് മാറ്റാൻ പറ. എന്റെ സനു, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാതെ എനിക്ക് എങ്ങനെ ഫംഗ്ഷന് റെഡി ആവാൻ പറ്റും? ഇന്നത്തെ ദിവസം ലുക്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഐ വോണ്ട് ടു ലുക്ക് ദ ബെസ്റ്റ്. മോളെ, ഒരാള് വന്നില്ലെങ്കിൽ വേറൊരാളെ റെഡിയാക്കാം. ബ്യൂട്ടീഷ്യന്മാർക്ക് പഞ്ഞുള്ള നാടൊന്നും അല്ലല്ലോ ഇത്. ദേ, ഇന്നൊരു വിശേഷ ദിവസം. നീ വെറുതെ മൂഡ് ഓഫ് ആവാതിരിക്കെ. മാഡം, ഇതെവിടെയാ വെക്കണ്ടേ? എന്താ ഇത്? ശ്രീനീഷിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച മൈലാഞ്ചിയ. വൈകുന്നേരത്തെ ചടങ്ങിന് കാദംബരി അമ്മ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങോട്ടെങ്ങനെ വെച്ചേക്ക്. ഇതൊക്കെ ചടങ്ങിന്റെ ഭാഗമാ. നമ്മൾ തന്നെ സുമിതയുടെ വീട്ടിലേക്ക് മൈലാഞ്ചി കൊടുത്തുവിടണം. കൊടുത്തുവിട്ടേക്കാം. മൈലാഞ്ചി കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ ദേഹത്ത് മഞ്ഞളും ചന്ദനവും അരച്ച് തേച്ച് വേണം കുളിക്കാൻ. വാട്ട്? പ്ലീസ്, നോ വേ. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയില്ലെങ്കിൽ ഇന്നത്തെ ചടങ്ങ് നടക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ മഞ്ഞളും ചന്ദനവും. അല്ല, എന്താ ഇത്രയും നേരായിട്ട് ഗിരിയെ കാണാത്തെ? അത് ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ഹലോ മാഡം, ഞാൻ മുസാഫിറാണ്, സാറിന്റെ ഓഫീസിൽ നിന്ന്. ആ, മനസ്സിലായി. പറഞ്ഞു. എന്താ മുസാഫിർ? ഗിരി എവിടെ? ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി മാഡം. സാറൊന്ന് കുഴഞ്ഞു വീണു. ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ പറ്റിയേ?
ഏത് ഹോസ്പിറ്റലിലാ? മെഡിക്കൽ മിഷൻ. ആകാശ് സാറും കൂടെയുണ്ട്. ശരി. എന്തായാലും ഇക്കാര്യത്തിന് അധികം പബ്ലിസിറ്റി കൊടുക്കണ്ട മുസാഫിർ. ശരി മാഡം. എന്താ പ്രശ്നം? പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എല്ലാ പ്ലാനും വെള്ളത്തിലായി. ആ ഗിരി ഓഫീസിൽ തല കറങ്ങി വീണു. ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഇക്കാര്യം ആ കിളവിയോട് പറഞ്ഞ അവർ ഈ വീടെടുത്ത് തല തിരിച്ചു വെക്കും. സാനിയെ തരുന്ന ടെൻഷൻ ആണെങ്കിൽ അത് വേറെ. എന്താ ഇപ്പൊ ചെയ്യ? 2 മൈലാഞ്ചി കല്യാണങ്ങളും ഒന്നിച്ച് നടക്കാനിരുന്നത് മാറ്റിവെച്ചാൽ 2 മാറ്റി വെക്കേണ്ടി വരില്ലേ? അതെന്തിനാ? സാനിയുടെ മെഹന്തി നടക്കുമല്ലോ. സ്വന്തം ചേച്ചിയുടെ മെഹന്തി നടക്കാതിരിക്കുമ്പോ ആ ശ്രീനിഷ് അതിന് സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് ആശുപത്രി വരെ ചെല്ലട്ടെ. അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കട്ടെ. അതുവരെ നീ ആ ഭദ്രകാളിയെ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. കീരി വന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഗിരി ഈ ഭദ്രകാളി എവിടാണാവോ? അനു, നീ ഈ സമയത്ത് എവിടെ പോണു? അത് ഗിരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഓഫീസിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാമേ. അത് നന്നായി. ഞാൻ പറഞ്ഞു എന്ന് പറ, അപ്പൊ അവൻ പറന്നു വരും. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഉഗ്ര. പക്ഷേ സാരി ഉടുക്കണ്ടായിരുന്നു. അല്പം സ്വല്പം തടിയും വയറും ഒക്കെ ഉള്ളവരെ സാരി ഉടുത്ത അത്ര നന്നാവില്ല. പ്രായത്തിന് ചേരാത്ത ഉടുപ്പൂട്ട് അമ്മയെ പോലെ കോലം കെട്ടി നടക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. ഇടുന്ന ഡ്രസ്സും പ്രായം തമ്മിൽ ബന്ധമുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ ഈ കെട്ടുന്നതാണ് കോലം. ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും എന്റെ ശരീരത്തിന് അത് നന്നായി ചേരും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? എന്റെ സുമി, ഞാൻ എന്തായി കാണണേ? എന്ത്? നീ ഇതുവരെ റെഡിയായില്ലേ? പോകാൻ നേരായല്ലോ. അത്രേ ഉള്ളൂ. എന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഒരുങ്ങാനായിട്ടൊരു 15 മിനിറ്റ് പോരെ. ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ ഒരുങ്ങാനൊന്നും പോരാ. സമയം എടുത്ത് കുറച്ച് വൃത്തിയായിട്ട് ഒരുങ്ങണം. ഇന്ന് നിന്റെ ദിവസം. അതെ അതെ, വന്നേ. 1-2 കാര്യം കൂടി ഉണ്ട്. അതുകൂടെ തീർത്തിട്ട് ഞാൻ വരാം. എന്തുണ്ടെങ്കിലും അതൊക്കെ പിന്നെ. ആദ്യം നിന്നെ ഒരുക്കിട്ട് തന്നെ കാര്യം. എന്നെങ്കിലും ഒന്ന് പറഞ്ഞനുസരിക്കും സുമി. അമ്മ ഒരു 5 മിനിറ്റ് നമ്മുടെ റിലേറ്റീവ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വൈകിട്ടത്തെ ഫംഗ്ഷന്റെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടുന്ന് ഇത്രയും പേർക്ക് പോകാനുള്ളതല്ലേ. ആ വണ്ടിക്കാരെ ഒന്ന് വിളിക്കണ്ടേ? അതുകൂടെ ഒന്ന് വിളിച്ച് ശരിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിക്കോളാം. മറിക്ക്. മാല അത്ര പോരാ. കമോൺ ഗൈസ്, എല്ലാരും വരൂ. മേക്കപ്പ് തരുമ്പത്തേക്കും നമുക്ക് അപ്പുറത്ത് കുറച്ച് ജോലിയുണ്ട്. കമോൺ. ഹായ് ശ്രീ. അങ്ങനെ അവസാനം നിന്റെ സ്പെഷ്യൽ മേക്കപ്പ് ടീം എത്തിയല്ലേ? യെസ്. ഇല്ലെങ്കിൽ ഞാനേ മുംബൈക്ക് പോണ്ടി വന്നേനെ. എന്തിന്? മേക്കപ്പ് ചെയ്യാനോ? പൊട്ടാ, അങ്ങനെ നിസാരാക്കൊന്നും വേണ്ട. ഇതേ സാധാ മേക്കപ്പ് ഒന്നും അല്ല, ഇതൊരു മാജിക് ആണ് മോനെ. ഞാൻ മേക്കപ്പ് ചെയ്ത് മണ്ഡപത്തിലേക്ക് വരുമ്പോ നീ നോക്കിക്കോ. യു വിൽ ബി സർപ്രൈസ്ഡ്. എനിക്ക് അത്ഭുതമൊന്നും തോന്നാനൊന്നുമില്ല. ഐ നോ യു വിൽ ബി ലുക്കിംഗ് ദ ബെസ്റ്റ്. എടാ, നീ ഫോൺ വെക്ക്. എനിക്ക് റെഡി ആവാനുള്ളതാ. ഓക്കെ, ബൈ. ബൈ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇത്രയും പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ ചെലവ് തന്നെ 10-25,000 രൂപയാവും.
ഈ മൈലാഞ്ചിയും ചടങ്ങും ഒന്നും ഇല്ലാതെ കല്യാണം നടത്തിയാൽ എന്ത് വരാനായിട്ടാ? എന്റെ സുമി, നാടോടുമ്പോ നടുവേ ഓടാതെ പറ്റുമോ? ഓരോ പൈസയ്ക്കും അതിന്റേതായിട്ടുള്ള മൂല്യം ഉണ്ടെന്നും അതിന്റെ പിന്നിൽ അതിന്റേതായിട്ടുള്ള അധ്വാനം ഉണ്ടെന്നും അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അനാവശ്യമായിട്ടുള്ള ഓരോ ആർഭാടങ്ങളിൽ എത്ര രൂപയിപ്പ് ഇങ്ങനെ. നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ അത് മുഴുവൻ അച്ഛന്റെ സ്വന്തം ചുറ്റുപാടിൽ നിന്നുകൊണ്ടായിരുന്നു. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നേ പറ്റൂ സുമി. ഇന്ന് വരെ നീ ജീവിച്ചതുപോലെയല്ല ഇനി മുതൽ നീ ജീവിക്കാൻ പോണത്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വലിയ സെറ്റപ്പിലായിരിക്കും ഇനി നിന്റെ ലൈഫ്. കുറച്ചൊക്കെ അനാവശ്യ ചെലവുകൾക്കും ആർഭാടങ്ങൾക്കും നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നീ ഒറ്റപ്പെട്ടു പോകുമോളെ, ചെറുതായി പോ. മതി മോളെ, എഴുന്നേക്ക്. ഇന്നേ ശ്രീകുട്ടന്റെ മാത്രമല്ല നിന്റെയും കൂടി മെഹന്തിയെ നടക്കാൻ പോകുന്നത്. ചെന്ന് റെഡിയാവ്. എന്തായാലും കൊള്ളാം. അന്ന് ചോദിച്ച പോലെ അവിടെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തലതിരിഞ്ഞ ചോദ്യവും ചോദിച്ചോണ്ട് വന്നാ ഞാൻ ഉറപ്പായിട്ടും ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോരും. പറഞ്ഞേക്കാം. എന്താ മോളെ ഇത്? അയ്യോ, നീ അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. ആ പാവം ഗിരിക്ക് ആ തടിയും വെച്ച് നിന്റെ പുറകെ ഓടാനൊന്നും പറ്റില്ല. ഇനി അഥവാ ഓടിയാലും അവൻ ആ തടിയും കൊണ്ട് എവിടെയെങ്കിലും തട്ടി വീഴും. പിന്നെ വല്ല ആശുപത്രിയിലും ആകും. വെറുതെ എന്തിനാ നീ അതിനുള്ള വഴി വെക്കുന്നത്? എന്നാലും നമ്മുടെ ഗിരി ഇങ്ങനെ അവന്റെ കിടപ്പ് കാണുമ്പോ സഹിക്കുന്നില്ല സ്നേഹ. നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. BP ഷൂട്ടപ്പ് ചെയ്തു എന്നതൊഴിച്ച ഗിരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പം വരാനാ? ഇങ്ങനെ BP കൂടിയ അറ്റാക്കും സ്ട്രോക്കും വരാൻ അധികം നേരം ഒന്നും വേണ്ട. എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നത്? ഒന്ന് സമാധാനിക്കൂ. ആകാശ, ഗിരിക്ക് എന്താ പറ്റിയത്? ഓഫീസിൽ തല കറങ്ങി വീണത് ആന്റി. BP കൂടി. അങ്ങനെ വരാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? അവൻ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ. ഓഫീസില് ഇതിന് മാത്രം എന്താ ഉണ്ടായതെന്നൊന്ന് പറ ആകാശേ. അത് പിന്നെ ആ പ്രതീക്ഷ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. ഗിരിധർ നമ്പ്യാരുടെ ബന്ധുക്കളല്ലേ? അതെ. ഡോക്ടർ നിങ്ങളെ അന്വേഷിക്കുന്നു. പേഷ്യന്റിന്റെ അമ്മയാ? ആ, ഓക്കെ. പേടിക്കാനൊന്നുമില്ല. മിസ്റ്റർ ഗിരിധരന്റെ കാര്യത്തിൽ ഒരു ചെറിയ BP ഫ്ലക്ച്വേഷൻ ആണ് സംഭവിച്ചത്. ഇപ്പോ എല്ലാം നോർമലാണോ ഡോക്ടർ? ഈസ് ഓക്കെ? അങ്ങനെ ചോദിച്ചാ നോ, ഈസ് നോട്ട് ഓക്കെ. BP ഇപ്പോഴും നോർമൽ അല്ല. അല്പസമയം എന്തായാലും എടുക്കും. നിങ്ങൾ തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല. BP ഒന്ന് നോർമൽ ആവുന്നവരെ ഇവിടെ ഒബ്സർവേഷനിൽ കഴിയേണ്ടി വരും. എന്താ ഇത്രയും നേരായിട്ട് ഗിരിയെ കാണാത്തെ? എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ശരീരഭാരം ഒന്ന് കുറച്ചേ പറ്റൂ. എക്സസ് ഫാറ്റ് കാരണം കൊളസ്ട്രോള് വല്ലാതെ കൂടിയിട്ടുണ്ട്. ഡോക്ടർ, നാളെ ഗിരിയുടെ കല്യാണമാ. അതിന്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകൾ ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഗിരിയെ ഒന്ന് ഡിസ്ചാർജ് ചെയ്താ. അത് ഈ സാഹചര്യത്തിൽ അങ്ങ് മാറ്റി വെക്കുന്നതാ നല്ലത്. ഇല്ല ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഓക്കെ. എന്റെ കല്യാണം മാത്രമല്ല, എന്റെ സിസ്റ്ററിന്റെയും കൂടെ മെഹന്തി ഫംഗ്ഷൻ ആയിന്ന്. ഞാൻ അവിടെ ഇല്ലാതിരുന്ന ശരിയാവില്ല ഡോക്ടർ. സോറി മിസ്റ്റർ ഗിരിധർ. BP നോർമൽ ആവാതെ എന്റെ അനുഭവത്തോടെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനാവില്ല. പിന്നെ അധികം സ്ട്രെയിൻ എടുക്കണ്ട. പ്ലീസ് ടേക്ക് റെസ്റ്റ്. ബെറ്റർ പോസ്റ്റ്പോൺ യുവർ ഫംഗ്ഷൻ ടു അനദർ ഡേറ്റ്. ഓക്കെ? ബോധം കെട്ട് വീഴാൻ കണ്ടൊരു നേരം.
സനുവിന്റെ കല്യാണമെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വച്ചേനെ ഞാൻ. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ വീണ്ടും മാറ്റി വെച്ചിട്ട് എങ്ങാനും നടക്കാതെ വന്നാ